ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ ഡയറി കുറിപ്പുകൾ. ഫെബ്രുവരി 22, 1931. വൈകിട്ട് ഞാൻ എൻ്റെ മുറിയിലായിരുന്നപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഈശോനാഥനെ ഞാൻ കണ്ടു. ഒരു കൈ അനുഗ്രഹിക്കുന്ന രീതിയിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു. മറ്റേ കൈ മാറിടത്തിൽ വസ്ത്രത്തെ തൊട്ടിരുന്നു. മാറിടത്തിൽ വസ്ത്രത്തിൻ്റെ തുറന്നിരിക്കുന്ന ഭാഗത്തു നിന്ന് 2 വലിയ പ്രകാശരശ്മികൾ പുറത്തേക്ക് ബഹിർഗമിച്ചിരുന്നു. ഒരെണ്ണം ചുവന്നതും മറ്റേത് വെള്ളയുമായിരുന്നു. നിശബ്ദമായി ഞാൻ കർത്താവിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചു നിന്നു. എൻ്റെ ആത്മാവ് ഭയഭക്തി ബഹുമാനങ്ങളാൽ സ്തംഭിച്ചു പോയി. എന്നാൽ ഞാൻ സന്തോഷവതിയായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഈശോ എന്നോട് പറഞ്ഞു, നീ കാണുന്നത് പോലെ ഒരു ഛായാചിത്രം ഈശോയെ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടെ വരയ്ക്കുക. ഈ ചിത്രം ആദ്യം നിങ്ങളുടെ ചാപ്പലിലും പിന്നീട് ലോകം മുഴുവനിലും വണങ്ങപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഛായാചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ലോക ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തും ആ ആത്മാവിന് അതിൻ്റെ ശത്രുക്കളുടെ മേൽ വിജയം നൽകുമെന്ന് കൂടി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ സ്വന്തം മഹത്വമായി ഞാൻ അതിനെ സംരക്ഷിക്കും. ഞാൻ ഇത് എൻ്റെ കുമ്പസാരക്കാരനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ മറുപടി തന്നു, അത് നിൻ്റെ ആത്മാവിനെ സംബന്ധിച്ചുള്ളതാണ്. തീർച്ചയായും നിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ചിത്രം വരയ്ക്കുക. ഞാൻ കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വീണ്ടും ഈ വാക്കുകൾ കേട്ടു, എൻ്റെ ചിത്രം ഇപ്പോൾ തന്നെ നിൻ്റെ ആത്മാവിലുണ്ട്. കരുണയുടെ തിരുനാൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ബ്രഷ് കൊണ്ട് വരയ്ക്കുന്ന ഈ ചിത്രം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ആഘോഷമായി വെഞ്ചരിക്കുകയും ആ ഞായർ കരുണയുടെ തിരുനാളായി ആഘോഷിക്കുകയും വേണം. വൈദികർ എൻ്റെ വലിയ കരുണയെക്കുറിച്ച് പാപികളായ ആത്മാക്കളോട് പ്രഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പാപികൾ എൻ്റെ അടുക്കൽ വരുന്നതിന് ശങ്കിക്കാതിരിക്കട്ടെ. ഞാൻ കരുണയാൽ ജ്വലിക്കുകയാണ്. കരുണ ചൊരിയാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു. ഈ ആത്മാക്കളിലേക്ക് കരുണ ചൊരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ എന്നോട് ഇങ്ങനെ പരാതിപ്പെട്ടു, ആത്മാക്കളുടെ അവിശ്വാസം എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാവിൻ്റെ അവിശ്വാസം എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നു. ഞാൻ അവരെ അനന്തമായി സ്നേഹിച്ചിട്ടും അവരെന്നെ വിശ്വസിക്കുന്നില്ല. എൻ്റെ മരണം പോലും അവരെ തൃപ്തരാക്കുന്നില്ല. ഇവയെല്ലാം നിരസിക്കുന്ന ആത്മാവിന് ദുരിതം. കർത്താവ് എന്നോട് ഇതാവശ്യപ്പെട്ടെന്ന് ഞാൻ മദർ സുപ്പീരിയറിനോട് പറഞ്ഞു.
ഇത് നമുക്ക് കൂടുതൽ വ്യക്തമായി തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളം ഈശോ തരണമെന്ന് മദർ പറഞ്ഞു. അങ്ങ് സത്യമായും എൻ്റെ ദൈവവും കർത്താവുമാണെന്നും ഈ ആവശ്യം അങ്ങിൽ നിന്ന് വരുന്നുവെന്നതിന് തെളിവായി ഈശോ ഒരു അടയാളം തരണമെന്നും ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ ആന്തരിക സ്വരം കേട്ടു. ഈ ഛായാപടത്തിലൂടെ ഞാൻ വർഷിക്കുന്ന കൃപകൾ വഴി സുപ്പീരിയറിന് ഞാൻ എല്ലാം വ്യക്തമാക്കി കൊടുക്കും. ഈ ഉൾപ്രേരണകളിൽ നിന്ന് ഞാൻ ഓടി അകലാൻ ശ്രമിച്ചപ്പോൾ വിധി ദിവസത്തിൽ വളരെയേറെ ആത്മാക്കൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് ദൈവം എന്നോട് പറഞ്ഞു. ഒരിക്കൽ ഈശോ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മൂലവും ഈശോ ആവശ്യപ്പെട്ട ഛായാചിത്രം മൂലവും വളരെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ എൻ്റെ നിത്യവ്രത വാഗ്ദാനത്തിന് മുൻപ് ഫാദർ ആൻഡ്രാഷിനെ സമീപിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇങ്ങനെയുള്ള ഉൾപ്രേരണകളിൽ നിന്നും ഈ ഛായാചിത്രം പെയിൻറ് ചെയ്യുന്ന ചുമതലയിൽ നിന്നും എന്നെ ഒഴിവാക്കാൻ അപേക്ഷിച്ചു. എൻ്റെ കുമ്പസാരം കേട്ട ശേഷം ഫാദർ ആൻഡ്രാഷ് ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിന്നെ ഒന്നിൽ നിന്നും ഒഴിവാക്കുകയില്ല. സിസ്റ്റർ ഈ ഉൾവിളികളിൽ നിന്നെല്ലാം പിന്തിരിയുന്നത് ശരിയല്ല. എന്നാൽ ഇവയെപ്പറ്റി പൂർണ്ണമായും, ഞാൻ പറയുന്നു പൂർണ്ണമായും, നിന്റെ കുമ്പസാരക്കാരനോട് പറയണം. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപയുണ്ടെങ്കിലും നീ വഴിതെറ്റാൻ ഇടയാകും. ഇപ്പോൾ നീ കുമ്പസാരത്തിന് എന്നെയാണ് സമീപിക്കുന്നത്. എന്നാൽ നിനക്ക് സ്ഥിരമായി ഒരു കുമ്പസാരക്കാരൻ, അതായത് ഒരു ആത്മീയ ഉപദേഷ്ടാവ് ഉണ്ടായിരിക്കണം. ഇത് കേട്ടപ്പോൾ ഞാൻ വളരെ അസ്വസ്ഥയായി. എല്ലാത്തിൽ നിന്നും എനിക്ക് വിടുതൽ ലഭിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ നേരെ മറിച്ചാണ് സംഭവിച്ചത്. ഈശോയുടെ ആഗ്രഹങ്ങളെല്ലാം അനുഷ്ഠിക്കാനുള്ള സ്പഷ്ടമായ കൽപ്പനയാണ് ലഭിച്ചത്. ഇപ്പോൾ മറ്റൊരു പ്രശ്നം. എനിക്ക് സ്ഥിരമായ ഒരു കുമ്പസാരക്കാരനില്ലായിരുന്നു. കുറേ നാളത്തേക്ക് ഞാൻ ഒരു കുമ്പസാരക്കാരനെയാണ് സമീപിച്ചതെങ്കിലും അദ്ദേഹത്തോട് ഈ കൃപകളെപ്പറ്റി ഹൃദയം തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇത് എനിക്ക് വലിയ വേദന ഉളവാക്കി. അതിനാൽ ഈ കൃപകളെല്ലാം വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ ഞാൻ ഈശോയോട് അപേക്ഷിച്ചു. എന്തെന്നാൽ ഇവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവ പാഴാക്കി കളയുന്നു എന്നെനിക്ക് തോന്നി. ഈശോയെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഇത്ര വലിയ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കരുതേ. ഞാൻ കേവലം ഒരു പൂഴിയും ഒന്നിനും കൊള്ളാത്തവളുമാണെന്ന് നീ കാണുന്നല്ലോ. എന്നാൽ ഈശോയുടെ നന്മ അനന്തമാണ്. ഭൂമിയിൽ കാണപ്പെടുന്ന സഹായം ഈശോ വാഗ്ദാനം ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം വിൽന്യൂസിൽ ഫാദർ സൊപ്പോച്കോയിലൂടെ അത് എനിക്ക് ലഭിച്ചു. വിൽന്യൂസിൽ വരുന്നതിന് മുൻപ് തന്നെ ഒരു ദർശനത്തിലൂടെ ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നു. ഒരു ദിവസം ദർശനത്തിൽ ഞങ്ങളുടെ ചാപ്പലിൽ അൾത്താരെയും കുമ്പസാരക്കൂടിൻ്റെയും മധ്യേ ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഉടനെ എൻ്റെ ആത്മാവിൽ ഒരു സ്വരം കേട്ടു: ഭൂമിയിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന കാണപ്പെടുന്ന സഹായം ഇതാണ്. എൻ്റെ തിരുമനസ് ഭൂമിയിൽ നടപ്പിലാക്കാൻ ഇദ്ദേഹം നിന്നെ സഹായിക്കും. ഒരു ദിവസം ഇങ്ങനെയുള്ള സംശയങ്ങളാൽ തളർന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു: ഈശോയെ, അങ്ങ് എൻ്റെ ദൈവമാണോ? അതോ ഒരു തരത്തിലുള്ള ഭൂതമാണോ? എന്തെന്നാൽ ഇതുപോലുള്ള മായയും ഭൂതങ്ങളും ഉണ്ടെന്ന് എൻ്റെ സുപ്പീരിയേഴ്സ് പറയുന്നു. നീ എൻ്റെ കർത്താവാണെങ്കിൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. അപ്പോൾ
ഈശോ എന്നെ വലിയ കുരിശടയാളത്താൽ അനുഗ്രഹിച്ചു. ഞാനും കുരിശ് വരച്ചു. ഈ ചോദ്യം ചോദിച്ചതിൽ ഞാൻ ഈശോയോട് ക്ഷമ ചോദിച്ചപ്പോൾ ഈ ചോദ്യത്താൽ ഞാൻ അവിടുത്തെ അനിഷ്ടപ്പെടുത്തിയില്ല, എന്നാൽ എൻ്റെ വിശ്വാസം അവിടുത്തെ വളരെ സന്തോഷിപ്പിച്ചു എന്ന് മറുപടി പറഞ്ഞു.